പാട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജീവൻ ടിവിയുടെ ജനഹിതയാത്ര മണ്ഡല പര്യടനം തുടരുകയാണ്. ഇന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് ജനഹിതയാത്ര പര്യടനം നടത്തുന്നത്. നമ്മൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പുണ്യമായ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഒരിടത്താണ് ജീവന്റെ ജനഹിതയാത്ര ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം ആരംഭിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപം. ജന്മികൾക്കെതിരായി കർഷക കുടിയാന്മാരും കയർ ഫാക്ടറിയിലെ ചൂഷണത്തിനിരയായ തൊഴിലാളികളും സംയുക്തമായി നടത്തിയ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴയിൽ പണിമുടക്കിയ കർഷകർക്ക് നേരെ നടന്ന റാലിയിൽ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ യന്ത്രത്തോക്കുകൾ ഏന്തിയ പോലീസുകാർ വെടിയുതിർക്കുകയായിരുന്നു. തിരിച്ച് ആ കർഷകർ വാരിക്കുന്തവും കല്ലും കൊണ്ടാണ് പ്രതിരോധിച്ചത്. നിരവധി പേരാണ് ഈ പോരാട്ടത്തിൽ മരിച്ചു വീണത്. പിന്നീട് ഈ മരിച്ചു വീണ ആളുകളെല്ലാം കൂട്ടത്തോടെ ചുട്ട് കരിക്കുകയായിരുന്നു. അതാണ് ചരിത്രം. ഈ ധീരസ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ജീവന്റെ ജനഹിതയാത്രയുടെ പര്യടനം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശ്രീ KC വേണുഗോപാൽ തന്നെയായിരുന്നു. എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ LDFിലെ KS മനോജിനെ 57,635 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി CPMൻ്റെ CB ചന്ദ്രബാബു മത്സരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി മുൻ RSPB സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന AV താമരാക്ഷനാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ്, KSU എന്നിവയിലൂടെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. 1986 മുതൽ 92 വരെ അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 1992 മുതൽ 2000 വരെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. നിലവിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയാണ് ശ്രീ KC വേണുഗോപാൽ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ശ്രീ KC വേണുഗോപാലാണ് മത്സരിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിലും അദ്ദേഹം ആലപ്പുഴ MLA എന്ന നിലയിലും അദ്ദേഹം ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റുവാൻ UDF ശ്രമിക്കുകയാണ്. നിലവിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയാണ്. നമുക്കറിയാം, അദ്ദേഹം കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. ലോക്സഭയിലേക്ക് ഇത് രണ്ടാം മത്സരമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും KSU സംസ്ഥാന പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ സംസ്ഥാന മന്ത്രിയായും ഒപ്പം തന്നെ കോൺഗ്രസ് ചീഫ് വിപ്പായും അദ്ദേഹം പ്രവർത്തിച്ചു. 1996, 2001, 2006 സമയത്ത് നിയമസഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുത്തു. ശ്രീ KC വേണുഗോപാൽ, താങ്കളുടെ പ്രവർത്തന മണ്ഡലമാണിത്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് താങ്കൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിൽ? ഞാൻ നമ്മളെ തുടങ്ങി വെച്ച കഴിഞ്ഞ 5 വർഷക്കാലമായി അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ നീണ്ടുകിടക്കുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ
ബഹുമുഖമായ മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടിത്തറ പാകിയിട്ടുണ്ട് ശക്തമായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ആശുപത്രികൾ ഇവയൊക്കെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കുന്ന പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് 150 കോടിയുടെ സഹായം, പ്രധാനമന്ത്രിയുടെ സഹായം. ഈ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് 7.5 കോടി രൂപയുടെ കേന്ദ്ര NRHM സഹായം. കായംകുളം ആശുപത്രിക്കുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഹരിപ്പാട് ആശുപത്രിക്കുണ്ട്, ചേർത്തല ആശുപത്രിക്കുണ്ട്. അപ്പോൾ അതുകൂടാതെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനും കേന്ദ്ര ഗവൺമെൻറ് സഹായം നിരവധി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായ റെയിൽവേ മേഖലയിൽ കൂടുതൽ വണ്ടികൾ ഇതിലൂടെ ഓടിക്കുന്നതിനും കൂടുതൽ വണ്ടികൾക്ക് ആളുകൾക്ക് സൗകര്യമുണ്ടാക്കി സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും ഒക്കെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വിപുലമായിട്ടുള്ള മറ്റു MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. ഈ മേഖലയിൽ കരുനാഗപ്പള്ളി മേഖലയിൽ ESIയുടെ ഒരു ആശുപത്രി, തൊടിയൂർ IHRD കോളേജ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൽ പെൻഡിങ്ങിൽ കിടക്കുന്ന പല പ്രശ്നങ്ങളും, ഇപ്പം ഉദാഹരണം മൂച്ചിലക്ക് സ്വന്തമായ ഒരു KSRTC ബസ് സ്റ്റേഷൻ വേണമെന്നുള്ളത് ആവശ്യം. അവിടെ സ്ഥലം വാങ്ങിച്ചെടുത്ത് MP ഫണ്ടിൽ പണം അനുവദിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ച് ഇപ്പം ബസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. കുടിവെള്ള പദ്ധതികൾ MP ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് രാജീവ് ഗാന്ധി ഡ്രിങ്കിംഗ് മിഷനുമായി സംയോജിപ്പിച്ചുകൊണ്ട് തഴവയിലൊരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മേഖലകളിലും വികസനം എത്തിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. ഒരു ടേം കൂടി എനിക്ക് നൽകിയാൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം. പുതിയ വികസന ദൗത്യങ്ങൾ ഏർപ്പെടും. പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളേറ്റുള്ള മണ്ണാണിത്. കയർ തൊഴിലാളികളുണ്ട്. പരമ്പരാഗത വ്യവസായം ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന ഒരു മേഖലയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മേഖല, മത്സ്യത്തൊഴിലാളി മേഖലയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഭഗീരഥ പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവുക. അതുപോലെ വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ അഴീക്കൽ ബീച്ച് നന്നാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന 1 കോടി രൂപ. അതുപോലെ കന്നേറ്റി കായലിൻ്റെ ഇവിടുത്തെ വള്ളംകളിയെ ഒരു വലിയ ഇതിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഈ മേഖലയിൽ നടത്തിയത് ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിഗണനമൊന്നുമില്ലാതെ വികസനം എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ചെറിയ ദൗത്യമാണ്. അതോടൊപ്പം നാട്ടിലെ ജനങ്ങളുടെ ചെറുതും വലുതുമായ പ്രയാസങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു എളിയ പരിശ്രമവും. താങ്കളുടെ മനസ്സിൽ വരുന്ന പൂർത്തീകരിക്കാത്ത, തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പദ്ധതികൾ ഏതൊക്കെയാണ് ഫസ്റ്റ് പ്രിഫറൻസിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, നിരവധിയായിട്ട് മെഡിക്കൽ കോളേജിന് 150 crores അനുവദിച്ചു കഴിഞ്ഞു. അത് നടപടികൾ തുടങ്ങി. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ വരുന്ന 1-2 വർഷമായിരിക്കും. അതുപോലെ തന്നെ ആലപ്പുഴ ബൈപ്പാസ് എല്ലാം പൂർത്തീകരിച്ചു. കൊല്ലം ബൈപ്പാസ്, ഇത് രണ്ടിനും നമുക്ക് നിർണായകമായ സ്ഥാനം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് റീടെൻഡർ ചെയ്തിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ആളുകൾക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടി കാരുണ്യ മെഡിക്കൽ സർവീസ് ഇവിടെ കരുനാഗപ്പള്ളി, കായംകുളം, ചേർത്തല, ആലപ്പുഴ 4 തുടങ്ങുന്നുണ്ട്. 4 കാരുണ്യമുണ്ട്. അപ്പോൾ അതെല്ലാം പൂർത്തീകരിക്കുക. ഇങ്ങനെ ഇതിന് തുടങ്ങി വെച്ച ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുക. പിന്നെ പുതിയ ദൗത്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത്. തീർച്ചയായും താങ്കളുടെ തുടങ്ങി വെച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനും ഇനി ജയിച്ചു വന്നാൽ സാധിക്കട്ടെ. ജീവൻ ജനഹിത യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ ബൈപ്പാസിലാണ്. 38 വർഷമായിട്ടും പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ് ഈ ബൈപ്പാസ്. ഇരുമുന്നണികളും വികസനത്തിലൂന്നിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും ബൈപ്പാസിന് എന്ന് ശാപമോക്ഷം ലഭിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ാൽ തിരുത്തണം വഴി പിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജീവന്റെ ജനഹിതയാത്ര ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ചേപ്പാട് എത്തി നിൽക്കുകയാണ്. അല്പസമയത്തിനകം LDF സ്ഥാനാർത്ഥി CPMന്റെ CB ചന്ദ്രബാബു ചേപ്പാടേക്ക് എത്തിച്ചേരും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടിയിലേക്ക് പോവാം.
ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി CPMന്റെ CB ചന്ദ്രബാബുവാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം CPM ജില്ലാ സെക്രട്ടറിയായ അദ്ദേഹത്തിന്റെ ഈ മണ്ഡലത്തിലെ സ്വാധീനം വോട്ടാക്കി മാറ്റാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. ലോക്സഭയിലേക്ക് ഇത് കന്നി മത്സരമാണ് അദ്ദേഹത്തിന്. ആലപ്പുഴ ആരൂർ സ്വദേശിയാണ്. ഇതിനു മുൻപ് നിരവധി സ്ഥാനമാനങ്ങൾ അദ്ദേഹം വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2009 മുതൽ അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തനം തുടരുകയാണ്. CITUവിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളും മറ്റും. ശ്രീ CB ചന്ദ്രബാബു, നമ്മൾ ഇപ്പോൾ ജയിച്ചു വന്നാൽ താങ്കളാണ് ആലപ്പുഴ മണ്ഡലത്തിലേക്ക് ജയിച്ചു വരുന്നതെങ്കിൽ എന്താണ് ഈ മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുൻഗണനാക്രമത്തിൽ? ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം പ്രധാനമായും തൊഴിലാളികളും അതുപോലെ സാധാരണക്കാരും തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പരമ്പരാഗത വ്യവസായമായ കശുവണ്ടി വ്യവസായം, കയറ്, മത്സ്യബന്ധനം, അതുപോലെ കൈവേലക്കാരായിട്ടുള്ള ആളുകൾ, കൃഷിക്കാർ, ദരിദ്ര കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, ഈ ജനവിഭാഗത്തിൻ്റെ ജീവിത പുരോഗതിക്ക് ഉതകുന്ന വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് കശുവണ്ടി ഫാക്ടറിയാണ്. കശുവണ്ടി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂലിയും DAയും അതുപോലെ അവരുടെ മറ്റാനുകൂല്യങ്ങളും, പ്രധാനമായും ഇപ്പോൾ 58 വയസ്സായി കഴിഞ്ഞാൽ അവർ പെൻഷനാകുകയാണ്. വളരെ തുച്ഛമായ പെൻഷൻ തുകയാണ് അവർക്ക് ലഭിക്കുന്നത്. ESIയുടെ പരിധിയിൽ എല്ലാ തൊഴിലാളികളും വരുന്നില്ല. ESIയുടെ ആനുകൂല്യം ശരിയായി ലഭിക്കുന്നില്ല. ഗ്രാറ്റുവിറ്റി സമയത്ത് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളുടെ ഒരു പൊതു സമീപനം സാധാരണക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് നൽകുന്ന അവകാശങ്ങളും പരമാവധി വെട്ടിക്കുറക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുകയാണ്. റേഷനറിയുടെ വില കൂട്ടുകയാണ്, സാധാരണ ജനജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളുടെ വില കൂട്ടുകയാണ്, പാചകവാതകത്തിൻ്റെ വില തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പോലും വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം നേരിടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം. പിന്നെ വികസന പ്രവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കൂടിയാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമ്മുടെ ഉൽപ്പാദന മേഖലയിലും പ്രതിഫലിക്കണം. ഇപ്പോൾ കാർഷിക മേഖലയിൽ കുട്ടനാട് പാക്കേജ് ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖലയുടെ നവീകരണത്തിന് ആവശ്യമായിട്ടൊരു പദ്ധതിയാണ്. ഇന്നത് ലക്ഷ്യം തെറ്റിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ ദിശയിൽ നടപ്പാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം വ്യവസായമാണ്. വ്യവസായത്തിൽ ആധുനിക വ്യവസായമുണ്ട്, പരമ്പരാഗത വ്യവസായമുണ്ട്, അസംഘടിത മേഖലയിലെ വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായങ്ങളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക, ആ വ്യവസായങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. മറ്റൊന്ന് യാത്രാ സംവിധാനം. അപ്പോൾ ദേശീയപാതയുടെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മര്യാദയ്ക്ക് സഞ്ചരിക്കാനാവില്ല. ആലപ്പുഴ ജില്ലയിലാണ് അതിൻ്റെ കെടുതി ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ല. അപ്പോൾ അത് ശരിയായ നിലയിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനോടനുബന്ധമായിട്ടാണ് ആലപ്പുഴ ബൈപ്പാസ്. റെയിൽവേ യാത്രാ സംവിധാനം ശക്തിപ്പെടുത്തുക. റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മഴയും വെയിലും കൊള്ളാതെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാൻ കഴിയില്ല. ആലപ്പുഴ ഒരു സ്റ്റേഷനിൽ മാതൃകാ സ്റ്റേഷനാക്കും, ആദർശ സ്റ്റേഷനാക്കും എന്നെല്ലാം പ്രഖ്യാപിച്ചെങ്കിലും അതെല്ലാം നടപ്പാകുന്നില്ല. അപ്പോൾ ആ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ചികിത്സാ സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനം, ചികിത്സാ സംവിധാനം, ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ LDF ഗവൺമെൻറ് പരിശ്രമിച്ചു. ഇപ്പോൾ അതെല്ലാം സ്തംഭനാവസ്ഥയിലാണ്. ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, മരുന്നില്ല, ചികിത്സയ്ക്ക് ചെല്ലുന്ന ആളുകൾ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പോയി ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തിക്കൊള്ളാനാണ് പറയുക. അപ്പോൾ പൊതു ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, റെയിൽവേ ഓട്ടോകാസ്റ്റും ചേർന്നുള്ള സംയുക്ത സംരംഭം, അതുപോലുള്ള പൊതു സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ റെയിൽവേ ഫ്ലൈ ഓവർ നിർമ്മിക്കേണ്ടതുണ്ട്. യാത്രാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. തീരദേശത്തെ ഒരു മണ്ഡലമാണിത്. തീരദേശത്തെ മണ്ഡലം എന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. കടലാക്രമണം രൂക്ഷമായി കഴിഞ്ഞാൽ വീടുകൾ നഷ്ടപ്പെടുന്നു, വാസസ്ഥലം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവസ്ഥ. 40 കിലോമീറ്റർ ദൈർഘ്യത്തിൽ തീരദേശത്ത് കടൽ തീരത്ത് കല്ലുകെട്ട് ഇല്ല. അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിക്കുക. സുനാമി ബാധിത മേഖലയാണത്. സുനാമി ബാധിത മേഖലയിൽ ഇപ്പോഴും ശരിയായ നിലയിൽ സംരക്ഷണം നൽകി പോകാൻ കഴിയുന്നില്ല. സംരക്ഷണം നൽകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. തീർച്ചയായും താങ്കൾ ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിൽ താങ്കളുടെ മനസ്സിലുള്ള ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജീവൻ്റെ ഇവിടെ എല്ലാ ആശംസകളും. ജനഹിതയാത്ര ഇനി പോകുന്നത്
NDAയുടെ സ്ഥാനാർത്ഥി RSP ബിയിലെ പ്രൊഫസർ AV താമരാക്ഷന്റെ പര്യടന വേദിയിലേക്കാണ് അങ്ങോട്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി RSP ബിയിലെ പ്രൊഫസർ AV താമരാക്ഷനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം RSP ബി മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ലോക്സഭയിലേക്ക് ഇത് കന്നി മത്സരമാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ്. മാരാരിക്കുളത്ത് നിന്ന് 3 തവണ നിയമസഭയിലെത്തി. 2 തവണ ഹരിപ്പാട് നിന്നും അദ്ദേഹം നിയമസഭയിലെത്തിയിട്ടുണ്ട്. ഇത്തവണ ജയിച്ചു വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം പ്രധാനമായും കയർ, മത്സ്യ, കാർഷിക മേഖല ഉപജീവന മാർഗമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി 2 മുന്നണികളും മാറി മാറി ഭരിച്ചിട്ട് ആ മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ 2014 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ വികസന നായകനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ ആലപ്പുഴ മണ്ഡലത്തിലെ കയർ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ അടക്കമുള്ള നിത്യജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിനാണ് ആദ്യം ഞാൻ മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത്. താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിൽ വന്നാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനം ആദ്യമായി ഈ മണ്ഡലത്തിലുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കുക. ഈ മണ്ഡലം ഒരു കയർ മേഖലയാണ്, മത്സ്യമേഖലയാണ്, കാർഷിക മേഖലയാണ്. ഈ കഴിഞ്ഞ 1980 മുതൽ മാറി മാറി ഭരിച്ച ഒരു മുന്നണി ഗവൺമെൻറ്റിനും ഒരു കാര്യവും ഈ കയർ മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ കയർ മേഖല അന്യം നിന്ന് പോകുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. 2001 ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് എൻ്റെ ചെയർമാനായിട്ടൊരു കമ്മിറ്റി വെച്ചിരുന്നു കയർ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ. ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CITUവും INTUCയും AITUCയും BMSും എല്ലാ ട്രേഡ് യൂണിയനും ഒരുമിച്ച് സമരം ചെയ്തിട്ട് പോലും ഈ മാറി മാറി വന്ന് 2 യൂണിയൻ നടപ്പിലാക്കിയിട്ടില്ല. എനിക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട് ശ്രീ നരേന്ദ്രമോദിയെപ്പോലെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിൽ നിന്ന് പട്ടിണിപ്പാവങ്ങളുടെ ഹൃദയവികാരം മനസ്സിലാക്കി അധികാരത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കയർ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ നിത്യജീവിതത്തിന് വേണ്ടി ഈ പാടുപെടുന്ന പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും സമഗ്രമായ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും. അതിനാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത മുൻഗണന കുടിവെള്ളം. ഈ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനം കുടിവെള്ളമില്ല. ഇവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നിട്ട് പോലും പല സ്ഥലത്തും വെള്ളം കിട്ടാനില്ല. ആ കുടിവെള്ളത്തിന് വേണ്ടിയുള്ളതായ പദ്ധതിക്കായിരിക്കും 2ാമത്തെ മുൻഗണന. പിന്നെ ഇവിടുത്തെ നമുക്ക് ട്രാൻസ്പോർട്ടിങ്, ഇവിടെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ട്രെയിൻ സൗകര്യം, കൂടുതൽ ട്രെയിൻ ഏർപ്പെടണം. അതായത് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഓരോ 10 മിനിറ്റിനും 8-10 രൂപയുള്ള ട്രെയിൻ സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കണം. ആ തരത്തിലുള്ള, അപ്പോൾ ആളുകൾക്ക് കാറിൽ പോകേണ്ട ആവശ്യമില്ല, സ്കൂട്ടറിൽ പോകേണ്ട ആവശ്യമില്ല, എവിടെയും പോകാൻ കഴിയും. ആ തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ചായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും താങ്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്കളുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കട്ടെ, ജയിച്ചു വന്നാൽ ആശംസിക്കുന്നു. തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം
കർമ്മശൈലി ചിട്ടകൾ ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണമാണ് ഇനി. അവർ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടതെന്നും നമുക്ക് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ഞങ്ങൾക്ക് കയർ മേഖലയൊക്കെ വികസിപ്പിക്കണം. അവരായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തൊഴിലൊന്നും അധികം ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിലും ശരി, ഇവിടെ ട്രോമാക്കർ നടന്നിട്ട് കുറേ നാളുകളായി വർക്കിംഗ് ഒന്നും ആയില്ല, വെറുതെ കെട്ടിടം പണിതിട്ടിരുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വികസനങ്ങൾക്ക് നല്ല വേണം മാത്രമേ എനിക്ക്. ചേട്ടാ, എന്താ വേണ്ടത് ഈ ആലപ്പുഴയ്ക്ക്? പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് ഈ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതാണ് അത്യാവശ്യം. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ തൊഴിലില്ലായ്മ ഉണ്ട്, അതിന് പരിഹാരം കാണും. എന്താ എന്തൊക്കെ ആവശ്യമുണ്ട് ആലപ്പുഴയിലെ ജനങ്ങൾക്ക്? ജനങ്ങൾ സാധാരണ ജനങ്ങളാണ്, കർഷകരും മത്സ്യത്തൊഴിലാളികളും അന്നന്ന് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. ഇവിടെ ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ട് യാതൊരു നേട്ടങ്ങളും ഞങ്ങൾക്കുണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്കിപ്പം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും വേണ്ട. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്തോളാം, വോട്ടുണ്ടെങ്കിൽ. ഒന്നും ചെയ്യാനില്ല. നമ്മളെ പറ്റിക്കുക, അവർ നമ്മളെ പറ്റിക്കുക എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മറ്റൊന്നും പറയാനില്ല. ഒന്ന് നടപ്പാക്കില്ല. കിടക്കാനില്ലാതെ 5 കൊല്ലം കൊണ്ട് കിടക്കുക, കിടക്കാനില്ലാതെ 5 കൊല്ലം കിടക്കുക. 3 സെൻറ്റ് ഭൂമി അവിടെ കാസർഗോഡ് വരാൻ വന്ന് ആരും അവിടെ പോയി കിടക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ളൂ. ഇവിടെ വെച്ച് അങ്ങനെ എത്തി. 8 വർഷത്തെ പണം കടന്നതിൻ്റെ പലിശയില്ല. ഗ്രാറ്റുവിറ്റി ഇറങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ തിങ്ങി. ഒരു പാർട്ടി വന്നാലും അവരുടെ മുമ്പിൽ നിലകൊള്ളണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹപ്പെട്ടിട്ടുള്ളവരല്ല ഞങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആദ്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പഠിക്കുക. നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റുക. നമ്മൾക്ക് സാധനങ്ങൾ കൊണ്ട് ഒരു പൈസ കൊണ്ട് ഒന്നും മേടിക്കാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കുറവായി കിട്ടണം. അടിസ്ഥാന സൗകര്യ വികസനമാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി വരുന്ന ഗവൺമെന്റെങ്കിലും അതിനൊരു മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ജനഹിതയാത്ര കണ്ട വേറിട്ട കാഴ്ചയിലേക്ക് കടക്കുന്നു. തെരഞ്ഞെടുപ്പ് വേദികളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, അവരുടെ അണികളെ വിപ്ലവ ഗാനങ്ങൾ കൊണ്ട് ആവേശ പുളകിതരാക്കിയ ഒരു ഗായിക പി കെ മേദിനി ചേച്ചി ജീവൻ ജനഹിതയാത്രയോട്, പ്രേക്ഷകരോട് അവരുടെ ആ ആവേശം പങ്കുവയ്ക്കുന്നു. രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ. കേരളം ഇങ്ങനെയായത് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ഒത്തിരി മനുഷ്യസ്നേഹികളുടെ രക്തവും. അതുകൊണ്ടാണ് ഇപ്പോൾ റെഡ് സല്യൂട്ട് ഒക്കെ പാടുമ്പോൾ പുനഃപ്രവയലാർ സമരത്തിൻ്റെ പശ്ചാത്തലം. കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലെ ഒരുപാട് ആളുകളുടെ ജീവനർപ്പിച്ചിട്ടാണ്. ഒരുപാട് നേതാക്കന്മാരുടെ പേരും എനിക്ക് ആ കൂട്ടത്തിൽ പറയാനൊക്കെ. ഏറ്റവും അവസാനമായിട്ട് മൺമറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ജനഹിതയാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. സ്ഥാനാർത്ഥികളുടെയും ജനങ്ങളുടെയും ഹിതം നിങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു. ഇനി മാവേലിക്കര മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നാളെ കാണാം. ജനഹിതയാത്ര ഇനി നാളെ മാവേലിക്കര മണ്ഡലത്തിൽ. ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്.